യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. രാജാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. എൽശദാദയായി കൂടെ ഇരിക്കുന്ന ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിൽ മരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു നിമിഷവും നമ്മെ അതിശയകരമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. നമ്മെ പലർക്കും ഒരു അത്ഭുതമായിട്ട് ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തുവാൻ മതിയായ കർത്താവ്, കരം പിടിച്ചിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുക. നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തന്ന് നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഈ പ്രഭാതത്തെ സ്തോത്രം, ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ദൈവം അറിയുന്നുണ്ടോ? ദൈവം സ്തോത്രം അറിഞ്ഞിട്ടാണോ എൻ്റെ ജീവിതത്തിനകത്ത് ഇതൊക്കെ കടന്നു വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അകത്തളങ്ങളിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ക്രിസ്തുവിന്റെ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, നീ ആ കൂട്ടായ്മ ബന്ധത്തിനകത്ത് നിൽക്കും കാലത്തോളം ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്ര ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. നിന്റെ തലേന്ന് രോമം തൊഴിയണമെങ്കിൽ എൻ്റെ ദൈവം അറിയുന്നു. സ്തോത്ര. ദൈവം അറിയാതെ നിന്റെ തലേന്ന് രോമം പോലും തൊഴിഞ്ഞു പോകത്തില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവേ നിശ്ചയമായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്തോ ഒന്ന് അതിനകത്ത് നമ്മിൽ കൂടി ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. അതിനെ സ്തോത്രം ജയിച്ചു കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. അതേ വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം അതിനെ അശേഷം സന്തോഷിച്ചു കൊള്ളുവാൻ ആ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം കർത്താവിനെ തള്ളിക്കളയുമോ, വിശ്വാസത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകുമോ എന്നറിയുക ചിലതിനകത്തൂടെ കടത്ത് വിടുവാനായിട്ടിടയായിത്തീരും. മറ്റൊന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചിലതിൽ കൂടി കർത്താവ് നമ്മെ കടത്തി വിട്ടിട്ട് സ്തോത്ര കർത്താവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു വാരത്തിലേക്ക് കയറുക, വിശ്വാസത്തിന്റെ ഒരു അടുത്തൊരു പക്വതയിലേക്ക് കയറുവാനായിട്ട് ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. യോഹന്നാൻ 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുന്നു, യേശു അവരോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുവാനായിട്ടെത്തുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധിക പാപമുണ്ട് എന്ന് ഉത്തരം പറയും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, യേശു കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് വേണ്ടി അതേ സ്തോത്രം അവർ പിടിക്കുമോ, പീലാത്തോസ് കൂട്ടരോ അവർ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പീലാത്തോസ് യേശു കർത്താവിനോട് അധികാരമുള്ളവനായിട്ട് യേശു കർത്താവിന്റെ മേലുള്ള അധികാരത്തെ അവിടെ പ്രസ്താവിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്, മേലിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമുക്ക് വേണ്ട ഉറപ്പ്, നമുക്ക് വേണ്ട ധൈര്യം, നമ്മുടെ മേലുള്ള പൂർണ്ണ അധികാരം അതേ കർത്താവിനെ അറിഞ്ഞ ആ ക്രിസ്തുവിന്റെ കൂട്ടായ്മ ബന്ധത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫുൾ അധികാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലാണ്.
ദൈവം അനുവദിക്കാതെ, അതേ സ്തോത്രം, മേലിൽ നിന്ന് അധികാരം കിട്ടാതെ നിനക്ക് എങ്കിൽ സ്തോത്രം എന്റെ മേൽ നിനക്കൊരു അധികാരവുമില്ല എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര ഹല്ലേലൂയ, മേലിൽ നിന്ന് ദൈവം അനുവദിക്കാതെ വേണം ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തൊടാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. അതേ രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, പലതും നമ്മുടെ ജീവിതത്തിനകത്ത് മാറി വരുമ്പോഴും നാം ഭാരപ്പെട്ടു പോകരുത്. സ്തോത്ര ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ, ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ പറയുന്നു, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിനാണ് നിന്റെ മേലുള്ള അധികാരം. സ്തോത്ര. ആ അധികാരത്തിനകത്ത് സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് സ്തോത്ര ഹല്ലേലൂയ നാം ചില വിടുതലുകൾ ഈ പകൽക്കാലം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-2 ഭാഗത്തിൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും യേശു കർത്താവിനെ സ്തോത്രം നശിപ്പിക്കുവാനായിട്ട് അവർ പദ്ധതിയിടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ടൈം ഒക്കെയും സ്തോത്രം പിതാവ് ആഗ്രഹിച്ച ഒരു ടൈം, പിതാവിന്റെ പദ്ധതിയായിരുന്നു മാനവരക്ഷ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പക്ഷെ ദൈവം നിശ്ചയിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, ആ പിതാവിന്റെ ഒരു ടൈം. ആ ടൈം ആകുന്നത് വരെയും സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു അധികാരം ഈ ലോകത്തിലെ ഒരു സ്തോത്ര അധികാരത്തിനോ ഭരണാധികാരികൾക്കോ യേശുവിന്റെ മേൽ കൈവയ്ക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. അവർക്ക് കൈവയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 7:30 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചുവെങ്കിൽ അവന്റെ നായിക വന്നിട്ടില്ലായികെ ആരും അവന്റെ മേൽ കൈവച്ചില്ല. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? അവനെ പിടിക്കുവാൻ പലരും അന്വേഷിച്ചു. അതേ സ്തോത്രം. അവനെ നശിപ്പിച്ച് കളയുവാനായിട്ട്, അവനെ വീഴ്ത്തിക്കളയുവാനായിട്ട് പലരും അന്വേഷിച്ചു നടന്നുവെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവന്റെ നായിക വന്നിട്ടില്ലായികയാ. സ്തോത്രം. അതായത് പിതാവ് നിശ്ചയിച്ച ആ ഒരു നായിക ആകാത്തത് കൊണ്ട് ആർക്കും അവന്റെ മേൽ കൈവയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരെല്ലാം നിന്നെ കടിച്ചു കീറുവാൻ കടന്നു വന്നാല്, ചെന്നായ്ക്കൾ കടന്നു വന്നു കഴിഞ്ഞാലും, അതേ സ്തോത്രം, നിനക്കെതിരായ രേഖകൾ എഴുതിയാല്, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാൻ ആഗ്രഹിച്ചിരുന്നാല്, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുവരുവാൻ ആരെല്ലാം കൂട്ടിൽ നിന്ന് കഴിഞ്ഞാല്, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അനുവദിക്കാതെ, ദൈവത്തിന്റെ ടൈം ആക്കാതെ നിന്റെ മേൽ കൈവയ്ക്കുവാൻ ആരൊക്കെ അന്വേഷിച്ച് നടന്നാലും ദൈവം സമ്മതിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം. ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു നായിക വന്നതിനെ പറ്റി അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 22-ാം അധ്യായം അതിന്റെ 53-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ട് എന്റെ നേരെ കൈ ഓങ്ങില്ല, എന്നാൽ ഇത് നിങ്ങളുടെ നായികയും ഇരുളിന്റെ അധികാരവും ആകുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പിതാവ് നിശ്ചയിച്ച ഒരു ടൈം ആയിക്കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം അവർക്ക് യേശുവിനെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം വായിച്ച ഭാഗത്തിൽ ഇപ്രകാരം കാണുന്നു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല. ഈ പ്രഭാതത്തിൽ ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് പതിക്കുവാനായിട്ട് ഇടയായി തീർന്ന, ദൈവം അനുവാദം കൊടുക്കാതെ, ദൈവം അധികാരം കൊടുക്കാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മെ തൊടുവാനായിട്ട് ആർക്കും കഴിയത്തില്ല എന്ന ഒരു ഉറപ്പ്, ഒരു ബലം, ഒരു ധൈര്യം ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴുവാനായിട്ട് ഇടയായി തീരുന്നുവെങ്കിൽ പല പ്രതിസന്ധിയുടെ നടുവിൽ നാം ജയിച്ചു പുറത്തു വരുവാനായിട്ട് ഇടയായി തീരാ. പലതിനകത്ത് നാം നിരാശപ്പെട്ടു പോകുകയില്ല. സ്തോത്രം. അതിന് ഉദാഹരണമാണ് നമുക്ക് തിരുവചനത്തിൽ കാണുമ്പോൾ സ്തോത്രം. അതേ സ്തോത്ര കർത്താവ് യഹോവേ ദൈവം ചിലതിനെ ഏൽപ്പിച്ചു കൊടുത്ത അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യോബിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബിനെ പറ്റി യഹോവയ ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഇവൻ നിഷ്കളങ്കനാ, നേരുള്ളവനാ, ദൈവഭക്തനാ, ദോഷം വിട്ടകന്നവനാണ്. ഇതൊക്കെ പറയുമ്പോഴും സ്തോത്രം, പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഈ ഒരു അനുഭവത്തിനകത്ത് സ്തോത്ര ഒരു പരിശോധന ഘട്ടത്തിൽ കൂടി യോബ് കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒന്നും യോബ് തകർന്നു പോകാതവണ വിശ്വാസത്തിന്റെ ഒരു പക്വതയിലേക്ക് സ്തോത്രം കയറുന്ന യോബിനെ
നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോബിനെ പറ്റി സ്തോത്ര സാത്താൻ അവിടെ എന്ത് ചെയ്യുന്നു? യോബിന്റെ അടുക്കിലേക്ക് പരീക്ഷിക്കാനായിട്ട് കടന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 1-ാം അധ്യായം ത്തിലേക്ക് കടന്നു വരുമ്പോ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താൻ നിന്നു. അപ്പൊ ദൈവപുത്രൻ ചെന്ന് നിൽക്കുമ്പോ അവിടെ ആരും കൂടെ ഉണ്ട്? സാത്താനും കൂടെ ചെന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയായ ദൈവം സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവയെ ദൈവം ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ദാസനായി യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചോ? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്റെ മേൽ ശത്രു ദൃഷ്ടി വയ്ക്കുമ്പോ, നിനക്കെതിരായിട്ട് ഒരു പദ്ധതി ശത്രു ഒരുക്കുമ്പോ തന്നെ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം അറിയാതെയല്ല ഒന്ന് സംഭവിക്കുന്നത്. സ്തോത്ര. അവിടെ യോബിനോട് സാത്താനോട് യഹോവയെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര, ഹല്ലേലൂയ, നിനക്കെതിരെ പ്ലാനും പദ്ധതിയുമായിട്ട് ശത്രു എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്തോത്രം അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അതേ ചിലതിനകത്തുനിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുവാൻ മതിയായ കർത്താവ്. സ്തോത്ര, ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലതിനകത്തൊക്കെ കർത്താവ് വിട്ടുകൊടുക്കല. കാരണം എന്താ? ദൈവത്തിന് നമ്മെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടതിനായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ, നീ ദൃഷ്ടി വച്ചുവോ? ഹല്ലേലൂയ. അതേ, ശത്രു നിനക്കെതിരായ ആയുധങ്ങൾ തൊടുത്തി വിടുമ്പോ, പ്രതിയോഗിയായിരിക്കുന്ന ശത്രു നിനക്കെതിരായ ആയുധങ്ങൾ തൊടുക്കുമ്പോ തന്നെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമത്രേ നമ്മുടെ കൂടെയുള്ളത്, നമ്മെ കരം പിടിച്ചിരിക്കുന്നത് എന്ന് ഈ പ്രഭാതത്തെ ഞാനും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. സ്തോത്രം. എന്നിട്ട് യോബിനെ പറ്റി യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ നിഷ്കളങ്കനും, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനാ ഭൂമിയിൽ ആരും ഇല്ലല്ലോ. സ്തോത്രം. പ്രിയ ദൈവപൈതലെ, എല്ലാവരെയും എന്നും ശത്രു തൊടത്തില്ല, പരീക്ഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവനെ ചെന്ന് ടെംപ്റ്റേഷൻ ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ, അതേ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനെ, ദൈവിക നിയോഗപ്രകാരം നിൽക്കുന്നവനെ സ്തോത്ര ശത്രു തകർത്ത് കളയുവാൻ പല പദ്ധതിയുമായിട്ട് നിൽക്കും. പക്ഷേ അവിടെയൊക്കെ നാം പോലും അറിയാതെ നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെ ഉണ്ട്. സ്തോത്രം. അവിടെ സാത്താൻ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. അതിന് സ്തോത്രം. യോബ് ദൈവഭക്തനായിരിക്കുന്നത് എന്ത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലല്ലോ. പ്രിയ, വേലി കെട്ടിയിട്ടിരിക്കുകയല്ലയോ? സ്തോത്ര. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതലിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ വേലിയെ പൊളിക്കണമെങ്കിൽ ഞാനും നിങ്ങൾ ചിന്തിക്കണം. ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകണം. അല്ല എങ്കിൽ ദൈവം അനുവദിക്കണം. അല്ലാതെ ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് ചുറ്റും വേലി കെട്ടിവച്ച് നമ്മെ അതിനകത്തായിരിക്കുമ്പോ ആ വേലിയെ പൊളിച്ചു കളയുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതവണ്ണ നാം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഉണ്ട്. സ്തോത്രം. അതിന് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അനുഗ്രഹിച്ചു എന്നൊക്കെ സാത്താൻ പറയുമ്പോഴാ യഹോവയെ ദൈവം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് സാത്താൻ പറയും, നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്ടുകളാ, നീ അവന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. സ്തോത്ര. ഇവൻ വിശ്വാസത്തിൽ നിന്ന് വീണ് പോകും, ദൈവത്തെ ത്യജിച്ച് കളയും. കാരണം എന്താ? ഇവൻ സമ്പത്തിലാണ് ആശ്രയിക്കുന്നത്, ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ, ബ്ലെസ്സിങ്ങിലാണ് ഇവൻ ഡിപ്പെൻഡ് ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നത് എന്ന ഒരു ഉപായ രൂപേണ ദൈവത്തിന്റെ അടുക്കൽ യോബിനെ പറ്റി പറഞ്ഞു ചെന്ന് നിൽക്കുമ്പോ യഹോവയെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. പ്രിയ ദൈവ പൈതലെ, യോബിനെ തൊടുവാൻ ദൈവം അനുവാദിച്ചത് ഒടുവിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം.
അവന്റെ മേൽ കൈകാര്യം ചെയ്ത് അവനുള്ളതിനൊക്കെയും വിട്ടുകൊടുത്തു. സ്തോത്ര. നമുക്ക് കാണുന്നു 1-ാമത്തെ ഓരോ വാക്യത്തിലായിട്ട് അവന്റെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ ഒരു കണക്കുകളെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതേ യോബിന്റെ ജീവിതത്തിൽ 4 നഷ്ടങ്ങളുടെ വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നതും ഇടയായി തീരുവാനായിട്ട് ഇടയെത്തുന്നു. രണ്ടാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ തലമുറകൾ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. മൂന്നാമത് ആരോഗ്യം നഷ്ടപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. നാലാമത് അവരുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെയൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. സ്തോത്ര. രണ്ടാം ഘട്ടത്തിൽ വീണ്ടും സാത്താൻ യോബിന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസം ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. അവനെ തൊടേണ്ടതിന് വേണ്ടി അനുവാദം ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. എന്റെ ദൈവം യെസ് എന്ന് മൂടാതെ, സ്തോത്ര, ദൈവം യെസ് എന്ന് മൂടുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, അതിനകത്ത് ദൈവത്തിന് നിശ്ചയമായ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു പ്ലാനിങ് ഉണ്ട്. ദൈവത്തിന് ചിലതിനകത്തു കൂടി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാ. സ്തോത്രം. ഇവിടെ അനുവാദം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ യഹോവയെ ദൈവം സാത്താനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്ന തൊട്ടുമ്പേ കാണുന്നു യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ തൊടരുത്. അതേ സ്തോത്രം. അവന്റെ മേൽ തൊടാൻ അധികാരം കൊടുക്കാത്ത ദൈവം വീണ്ടും അവനെ തൊടുവാനായിട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവന്റെ പ്രാണനെ തുടരുത്. പ്രാണനെ അധികാരം ഉള്ളവൻ. സ്തോത്ര. അതിനെ ബൗണ്ടറി ഇട്ട് കാത്തിട്ട് ബാക്കിയുള്ളത് വിട്ടുകൊടുത്തു. സ്തോത്ര. അതെ, എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ തകർത്ത് കളയുവാനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളതെന്ന കാര്യം നാം മറന്നു പോകരുത്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ ശരീരത്തിലെല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ടു. അവന്റെ ഭാര്യ അവനെ തള്ളിപ്പറയുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ട്. 4 വലിയ നഷ്ടങ്ങളുടെ കൊടുമുടി നിൽക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തിൽ അവ വർദ്ധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് സകലതും കഴിയുന്നുവെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. സ്തോത്ര. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തിനകത്ത് ചില കഷ്ടതകളും പരിശോധനയിൽ കൂടി നീ കടന്നു പോകുമ്പോ തകർന്നു പോകരുത്. അതേ, നാം പറയണം, ഇതിന്റെ പിന്നെ ദൈവത്തിന് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമായി തീരുകയില്ല. ഈ നഷ്ടങ്ങളുടെ കണക്കിൽ നിൽക്കുമ്പോ തന്നെ യോബിന്റെ ജീവിതത്തിനകത്ത്, സ്തോത്രം, നമുക്ക് കാണുവാൻ സാധിക്കുന്നു ശത്രു തിന്മയ്ക്കായി കൊണ്ടുവന്നതിനെ നന്മയ്ക്കാക്കി തീർത്തുകൊണ്ട് നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് പുസ്തകം അവസാനിപ്പിക്കുകയല്ല, നഷ്ടപ്പെട്ടതിന്റെ എല്ലാം ഇരട്ടിയായിട്ട് യോബിന്റെ ജീവിതത്തിനകത്ത് ദൈവം മടക്കി കൊടുത്തതിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, ചില ടൈമിൽ നിന്നെ ചിലതിനകത്ത് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന നഷ്ടത്തെ നികത്തിത്തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? നീ ദൈവത്തെ ത്യജിച്ചു പറയുകയല്ല, നീ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകുകയല്ലെന്ന് എന്റെ ദൈവ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടാ വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് നീ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നീ വ്യക്തമായി തിരിച്ചു അറിഞ്ഞുകൊണ്ട് പിറുപിറുക്കാതെ നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കൂടെ ഇരുന്ന് ദൈവം നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ, സ്തോത്രം, മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് 22-ാം അധ്യായത്തിലെ 31 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. പത്രോസിനെ പറ്റി യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചോ, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പ്രിയതേ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പത്രോസിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ സാത്താൻ അനുവാദം ചോദിച്ചപ്പോ വിട്ടുകൊടുക്കാത്തൊരു ദൈവം.
ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എപ്പോഴും നിന്നെ എല്ലാത്തിനൊന്നും വിട്ടുകൊടുക്കല്ല. നിനക്ക് ഏതിനകത്തു കൂടെയൊക്കെ കടന്നു പോകാൻ കഴിയുമെന്ന്, നിനക്ക് എത്രത്തോളം പരിശോധനയിൽ കൂടെ കടന്നു പോകാനായിട്ട് കഴിയുമെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുന്ന ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് കൽപ്പന ചോദിച്ചു. ഞാൻ പറയട്ടെ, കർത്താവിനോട് ചോദിച്ച അനുവാദം വാങ്ങിക്കാതെ ഒരു വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞിനെ തൊടുവാൻ പിശാചിന് അധികാരമില്ല. ഈ ഒരു തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും അനുവദിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിന്റെ ആ നാഴികയാകാതെ, ദൈവത്തിന്റെ പദ്ധതി ആകാതെ വണ്ണം നിന്റെ മേൽ ഈ ലോകത്തിലെ ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. അതേ സ്തോത്രം, മേലിൽ നിന്ന് അധികാരം കിട്ടാതെ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല എന്ന് പീലാത്തോസിനോട് അധികാരിയായിരിക്കുന്ന, രാജ്യത്തിന്റെ അധികാരിയായിരിക്കുന്ന രാജാവിനോട് സ്തോത്രം യേശു കർത്താവ് പറഞ്ഞു വെക്കേ, നമ്മുടെ മേലുള്ള അധികാരം പരമാധികാരിയായിരിക്കുന്ന, രാജാവായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിനത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, നാം ചെറിയവരല്ല. ഹല്ലേലൂയ. നാം ഒരു അധികാരത്തിന് കീഴ പ്രിയ ദൈവമക്കളെ ആയിരിക്കുന്ന സ്തോത്ര. നീ അധികാരത്തിന്റെ കീഴ് നീ ആയിരിക്കും കാലത്തോളം. സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രുവിന് നിന്റെ മേൽ തൊടാൻ കഴിയത്തില്ല, ശത്രുവിനും എന്റെ മേൽ ദൃഷ്ടി വെക്കുവാൻ കഴിയത്തില്ല. അതെ, നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര, നിന്നെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവ. ഭയങ്കരന്മാരുടെ ചീറ്റൽ, മതിന്റെ നേരെ കൊടുങ്കാറ്റ് അടിക്കുമ്പോ ദൈവം നിനക്ക് ശരണമായിരുന്നു, കോട്ടയായിരുന്നു, പരിചയായിരുന്നു. ദൈവം നിന്നെ കാക്കുവാനായിട്ട് ഇടയായി തിരുവചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം, നമുക്ക് ചുറ്റും ഒരു തീ മതിലായി സ്തോത്ര കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ തീ മതിനകത്ത് ഞാനും നിങ്ങളും സുരക്ഷിതരാണെന്നുള്ള ഒരു ഉറപ്പ് ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാ. സ്തോത്ര, അതേ സ്തോത്ര, ആ മതിനകത്ത് ഞാനും നിങ്ങൾ നിൽക്കും കാലത്തോളം. അതേ, ആർക്കും വന്ന് കയറി പിടിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അനുവാദം ചോദിക്കുമ്പോ യോബിനെ ദൈവം വിട്ടുകൊടുത്തു. സ്തോത്ര, അവന്റെ മേൽ തുടരുത്, അവന്റെ പ്രാണനെ തുടരുത് എന്ന് പറഞ്ഞ് പരിമിതികൾ വച്ചുകൊണ്ട് യഹോവയെ ദൈവം യോബിനെ വിട്ടുകൊടുത്തു. സ്തോത്ര, പക്ഷെ ആ വിശ്വാസത്തിനകത്ത് അവൻ ദൈവത്തെ തള്ളിക്കളയാതെ മുറുകെ പിടിച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തന്നപ്പോ അതിനകത്ത് വന്ന നഷ്ടങ്ങളെ നിറവേറ്റി കൊടുക്കുവാനായിട്ട്, തിരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്ന പുതിയ നിയമത്തിൽ കടന്നു വന്നപ്പോ പത്രോസിന്റെ വിശ്വാസം പോകാതിരിക്കുവാനായിട്ട് കർത്താവ് അവന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നിന്നെ ചിതറിച്ച് കളയുക, നിന്നെ ചിഹ്നിച്ച് കളയുക, നിന്നെ നശിപ്പിച്ച് കളയുക ശത്രുഗൂഢാലോചന ഈ പദ്ധതിയുമായിട്ട് കടന്നു വരുമ്പോൾ നീ ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ആയിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നത് കൊണ്ടാ, കർത്താവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം നിന്നുകൊണ്ടാ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ വിശ്വാസം പോകാതിരിക്കുക, നീ തളർന്നു പോകാതിരിക്കുക, നീ കർത്താവിന്റെ സന്നിധിയിൽ വിട്ടകന്നു പോകാതിരിക്കുക. നിനക്ക് വേണ്ടി അപേക്ഷയമായി നിൽക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ആ യേശു കർത്താവ് സ്തോത്ര പീലാത്തോസിനോട് പറയുവാനായിട്ട് ഇടയെ തീർന്നത്, മേലിൽ നിന്ന് അധികാരം കിട്ടാതെ എങ്കിൽ നിനക്കൊരു അധികാരവുമില്ല. ശത്രു പലതും നിന്റെ മുമ്പിൽ വന്ന് നിന്ന് നിന്നെ വെല്ലുവിളിക്കുമ്പോ നീ നോക്കി വിളിച്ചു പറയണ, നിനക്ക് എന്നെ തൊടാൻ കഴിയില്ല. മേലിൽ നിന്ന് അധികാരം കിട്ടാതെ എന്നെയോ എന്റെ കുടുംബത്തെയോ എന്റെ ജോലി ഞങ്ങൾക്കുള്ള ഒന്നിനെയോ നിനക്ക് തൊടാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ, ഞങ്ങളുടെ മേലുള്ള പൂർണ്ണ അധികാര സ്വർഗത്തിലെ രാജാവിനത്രേ. ഹല്ലേലൂയ. പരമാധികാരിയായിരിക്കുന്ന സ്തോത്ര സർവശക്തനായ ദൈവത്തിന്റെ പക്കലത്രേ ഞങ്ങളുടെ മേലുള്ള അധികാരം, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ മേലുള്ള അധികാരം, ഞങ്ങളുടെ ആയുസ്സിന്മേലുള്ള അധികാരം, ഞങ്ങളുടെ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര സകല ആത്മീയ ഭൗതികവുമായിട്ടുള്ള സകല വിഷയത്തിന് മേലുള്ള അധികാരം സർവശക്തനായ ദൈവമാണ് എന്ന് ഈ പകൽക്കൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ നിരാശപ്പെട്ടു പോകുകയല്ല, നീ തളർന്നു പോകുകയല്ല, ജയവീരനായി പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം.
കർത്താവിന്റെ ആ നായിക ആയിക്കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ പിലാത്തോസ് കൂട്ടർ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിതാവ് എന്തിന് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചോ ആ ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. പ്രിയ ദൈവ പൈതലെ, ഈ ലോകത്ത് നിന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും നിർത്തിയിരിക്കുന്നവയ്ക്ക് ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ആ ഒരു പദ്ധതിയിലേക്ക് ദൈവം നിന്നെ അനുനിമിഷം കരം പിടിച്ച് നടത്തുവാനായിട്ടിടയത്തിനോ. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെട്ടു പോകരുത്. ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്റെ മേൽ തൊടാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം ഒന്നുകൂടി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലയിൽ നിന്ന് ഒരു രോമം തൊഴണമെങ്കിൽ എന്റെ ദൈവം അറിയാതെ അത് സംഭവിക്കത്തില്ല. നിന്റെ മേലുള്ള അധികാരം, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ തലമുറമേലുള്ള പൂർണ്ണ അധികാരം എന്റെ സ്വർഗത്തിലെ ദൈവത്തിനാണ്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ അറിയാതെ സ്തോത്രം നമുക്കൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെയൊക്കെ ആ ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കാം കർത്താവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അങ്ങറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, അങ്ങ് അനുവദിക്കാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള അധികാരം പൂർണ്ണമായും അങ്ങേക്കുള്ളതാകയാ. അങ്ങയുടെ കൂട്ടായ്മ ബന്ധത്തിനകത്ത് നിന്ന് അങ്ങ് ഞങ്ങളെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുമ്പോ ആ മതിനകത്ത് ഞങ്ങളെ തന്നെ സ്തോത്രം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടായിരിക്കുവാ ദൈവം തമ്പുരാനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധ പരിശോധന ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന അങ്ങയുടെ ജനം വിശ്വാസത്തിനകത്ത് ഉറച്ചു നിൽക്കുക. കർത്താവിന്റെ സ്നേഹത്തിൽ ബലപ്പെട്ടു വരുക. കർത്താവെ, ഓരോരുത്തരെ സഹായിക്കണമേ. ക്ഷീണിച്ചും തളർന്നും പോകുവാനല്ല കർത്താവേ, നിനക്ക് സകലത് കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടെ കർത്താവിൽ ബലപ്പെട്ട് ധൈര്യപ്പെടുക. തന്റെ ജനത്തിന് കൃപ കൊടുക്കണമേ. രോഗങ്ങളുടെ ഭാരങ്ങളുടെ പ്രയാസം കൂടെ മധ്യത്തിലായിരിക്കുന്ന ഈ പകൽക്കാലം ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നി പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. അവർ സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.